ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് പശു ചാണകം ഇടാൻ നിൽക്കുമ്പോൾ എക്സ്പ്രഷൻ അന്ന് ഓർത്തെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് നായകൻ പെണ്ണ് കാണാൻ പോയിരിക്കുമ്പോൾ പെണ്ണിനെ കണ്ട് കാഷ്വലായിട്ട് ചിരിക്കുന്നതാണ്. ഇമാതിരി സാധനങ്ങൾ കാണാൻ വേണ്ടി ഈ പടം വെക്കം പോയി കാണുക. ഒന്നുമില്ല, ടിപ്പിക്കൽ തെലുങ്ക് പടം. ഒരു 40 കൊല്ലം മുന്നേ ഇറങ്ങിയ അതേ പടം പുതിയ സെറ്റപ്പ് ചെയ്തു വെച്ചേക്കുന്നു. പണ്ടൊരു പോലീസുകാരനാണ് നായകനായിട്ട് വരുന്നെങ്കിൽ ഇത് റെയിൽവേ പോലീസ്. അത്രയും വ്യത്യാസമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നാട്ടിൽ നടക്കുന്ന കഞ്ചാവ് വേട്ട തടയാൻ വന്ന ഒരുത്തൻ വില്ലന്മാരായിട്ട് ഇടിയുണ്ടാകും, പിന്നെ വില്ലനെ കൊല്ലുന്നു, നാട് രക്ഷിക്കുന്നു. പടം തീർന്നു, ഫിനിഷ്, കഥ ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. ഇതാണ് പടം. അപ്പോൾ ഈ അപരാധം 2 മണിക്കൂർ 2.5 മണിക്കൂറായിട്ടിരുന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമുണ്ട്, ചേച്ചീനെ രക്ഷിക്കാൻ വേണ്ടി കഞ്ചാവ് വീട്ടിൽ നടക്കുന്ന പാവം നായിക, പിന്നെ മാസ് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയെടുക്കുന്ന ഒരു മുത്തച്ഛൻ. പാസം വേണം, പാസത്തിന് വേണ്ടിയിട്ട്, മാസല്ല പാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു മുത്തച്ഛൻ, പിന്നെ വയസ്സായിട്ടും ഇപ്പോഴും 20 വയസ്സാന്ന് ഓർത്തുകൊണ്ട് നടക്കുന്ന ഒരു നായകൻ, പാട്ടിന് പാട്ട്, ഇടുക്കി ഇടി. ഇപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ മാസ്റ്റർ തറ എന്ന് പറഞ്ഞിട്ട് രവിതേജയുടെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആസ് യൂഷ്വൽ തെലുങ്ക് പടം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു 10-20 കൊല്ലം മുന്നേ ഇറങ്ങിയിട്ടൊരു പടമായിരുന്നു. അതിപ്പോഴും ഇങ്ങനെ പുതിയൊരു സെറ്റപ്പിലായിട്ടാക്കി കൊണ്ടുവന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്നൊരു മെയിൻ ഗുണ്ടയുണ്ടല്ലോ, പുള്ളിക്ക് കഞ്ചാവോ മയക്കുമരുന്നോ ആയുധോ കടത്തോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് നിർത്തലാക്കാൻ വേണ്ടി നമ്മുടെ നായകൻ വരുന്നു. അപ്പോൾ പുള്ളി ഒന്നെങ്കിൽ പോലീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ ഒരു സംഭവം. ഇവിടെ പുള്ളി റെയിൽവേ പോലീസാണ്, എന്തോ പോലീസാക്കിയില്ല, കാരണം കഥ സെയിം കഥയായി പോലും, അതുകൊണ്ട് പോലീസാക്കിയില്ല, പകരം റെയിൽവേ പോലീസാക്കി ഇറക്കി വിട്ടു. പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്നിട്ട് ഇവന്മാരെയൊക്കെ അടിച്ചോടിക്കുന്നതാണ് പടം. ആ ഒരു ഗ്രാമം ഫുള്ള് കഞ്ചാവ് സെറ്റ് ചെയ്യുന്നു, വില്ലനെ കഞ്ചാവ് കയറ്റി അയക്കുന്നു, നായകൻ വന്ന് ഇതൊക്കെ നിർത്തലാക്കി കഞ്ചാവിന്റെ പരിപാടിയൊക്കെ നിർത്തി നാട് രക്ഷിക്കുന്നതാണ് കഥ. എന്തുകൊണ്ടാണ് ഈ ഉമ്മാർക്ക് നേരം വിളിക്കാത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നത്. കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മാസമായിട്ടാണോ? കാര്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര കോമഡി ആയിപ്പോട്ടെന്ന് പറയുന്ന പോലെയാണത്. ബോറാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇപ്പോഴും ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ. ചുമ്മാ എത്ര കൊല്ലം മുന്നേ കണ്ട കഥ. ഇതിനകത്ത് പിന്നെ ഒരു നല്ല ക്യാമറ, ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയുണ്ട്, അത് വെച്ച് കുറച്ച് സ്ലോ മോഷൻ ഷോട്ട്സും വെക്കുന്നു. ഇത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രവിതേജ ആണെങ്കിലും അയാളുടെ പഴയ അഭിനയം തന്നെ, പ്രത്യേകിച്ച് അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങളൊന്നുമില്ല. പിന്നെ അഭിനയം പറയണ്ട, അതിനകത്ത് കാണണം ചില സാധനം. പുള്ളി മറ്റേ ക്യൂട്ട്നെസ് കിട്ടുന്ന സാധനമൊക്കെ. എൻ്റെ പൊന്നു, നായികയായിട്ടുള്ള കോമ്പിനേഷൻ, പിന്നെ പാട്ടിന്റെ പ്ലേസ്മെന്റ്, നായിക ചതിച്ച് പണ്ടാറടക്കി ഇടുന്ന സമയത്ത് ഐറ്റം സോങ്സ്, ഇതൊക്കെ ഏത് കാലത്താണ് ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇത് കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളിതൊക്കെ നമ്മൾ കുറെ സിനിഫയിൽ പടം കണ്ടിട്ട് ഇതൊക്കെ കുറച്ച് ആശ്വാസം, അതായത് നമുക്ക് ഇങ്ങനെ കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് കോമഡി പടം എന്നുള്ള രീതിയിലേക്ക് ഇരുന്ന് കാണാം. കോമഡി പടം ഒന്നും പറയാൻ പറ്റില്ല, അമ്മാരി വെറുപ്പിക്കില്ല. എന്ന് വെച്ചാൽ ഇത് കണ്ട് ചിരിക്കണമെങ്കിൽ നമുക്കൊരു വേറൊരു വൈബ് വേണം. എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഇതൊക്കെ കണ്ട് ചിരിക്കുന്നത്. മാമനോടൊന്നും തോന്നല്ലേ? അവൻ ഭയങ്കര സെറ്റപ്പാന്നും പറഞ്ഞ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന് കാണിച്ചതാ. അത് ഞാൻ ഇവിടെ നിന്ന് ഓർക്കുന്നു, സ്മരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് കാണാം, അതായത് ഈ മലങ്കൾട്ട് അപരാധമൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അത് അവനെ പോലെ ഉള്ള, ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനെ പോലെ മൈൻഡ് ഉള്ളവർക്ക് ഈ പടം ഇരുന്ന് കാണാം. അവനോടൊന്നും തോന്നല്ലെന്നല്ലേ? അത്രയ്ക്ക് നല്ല പടമാണ്. പക്ഷെ അല്ലാത്തവര് തലവെക്കാൻ നിൽക്കണ്ട. ചുമ്മാ ഓരോ പടം എന്തെങ്കിലും കാണിച്ചൊരു പടം ഇറക്കി വരണല്ലോ എന്ന് ഓർത്ത് ഇറക്കി വെറുതെ കുറെ കോടികൾ കൊണ്ടൊന്ന് നശിപ്പിക്കും. ഒരാവശ്യമില്ല. കുറെ തീയിട്ട് കത്തിച്ചും വണ്ടി പൊട്ടിച്ചും അത് പൊട്ടിച്ചും വെട്ടിച്ചും പറിച്ചും. അപ്പോൾ ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ മാത്രം പോയി കാണുക. ഈ മലങ്കൾട്ട് രവിതേജയുടെ കോപ്രായങ്ങൾ അത് കാണാൻ പ്ലസ് ത്രീലില്ല. താല്പര്യമുള്ളവർക്ക് ഇരുന്ന് കാണാം, അല്ലാതെ വേറെ ഒന്നും പറയില്ല. അനുഭവിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുഭവിക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.